നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം ആർസി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വീഡിയോയുമായിട്ടാണ്. ആരെ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഗുണം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും, നിങ്ങൾ കൂടെ ഷെയർ ചെയ്യാവുന്നതാണ് നമ്മുടെ ആർസി ഗാർഡൻ. അപ്പോൾ അത് മനസ്സിലാക്കി എൻ്റെ കൂടെ കൂടുന്നവർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകാറുണ്ട്, അവർ പറയാറുണ്ട്. ആരും കമന്റിൽ കൂടി ചെയ്യാറില്ലെന്നേ ഉള്ളൂ, കമന്റ് ചെയ്യാറില്ലാരും. പേഴ്സണലി വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുകയോ വിളിക്കുമ്പോൾ പറയുകയൊക്കെ ചെയ്യും. നിങ്ങളേക്കൊന്ന് കമന്റ് ചെയ്താലും മറ്റുള്ളവർക്ക് കൂടെ ഒരു ഗുണകരമായിരിക്കും. അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഒരു സഹായമായിരിക്കും. അപ്പോൾ ഞാനതൊന്നും പറയാനല്ല വന്നേ. ദേ ഈ ഫ്ലവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരാണല്ലോ ഒന്ന് നോക്കി വാങ്ങിച്ചു പോവുകയല്ലേ. കണ്ടോ, ഇതൊക്കെ ഇപ്പൊ മഴക്കാലത്ത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണും, എല്ലാ സ്ഥലത്തും കാണും. ഞാൻ ഇന്ന് ടൗണിൽ പോയപ്പം അവിടെ ഇങ്ങനെ വഴിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് വാങ്ങാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ കുറച്ച് പ്ലാന്റുകൾ വാങ്ങിച്ചു. അതിനകത്ത് ഒരു 3 ജറബറ പ്ലാന്റ് ഉണ്ട്, 3 കളറ്. പിന്നെ കുറച്ച് റോസ്. അപ്പൊ നമുക്കിത് പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് റോസിന്റെ കാര്യം ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ജറബറയെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പിടിച്ചു കിട്ടും. ഞാൻ ഈ പറയുന്ന മെത്തേഡൊക്കെ നിങ്ങൾ ഒരു പ്ലാന്റിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആവുമെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി പ്ലാന്റിൽ ചെയ്യുക. അല്ലാതെ ഒരു 5 പ്ലാന്റ് വാങ്ങിച്ചു ഞാൻ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യാൻ കറക്റ്റ് ആയിരിക്കും എന്ന് ഓർത്ത് ആരും ചെയ്യരുത്. ഒരു പ്ലാന്റ് നിങ്ങൾ ചെയ്ത് നോക്കുക, സക്സസ് ആവുമെങ്കിൽ മാത്രം മറ്റുള്ള പ്ലാന്റുകൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് സാഫ് വേണം. ഈ ബക്കറ്റ് ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മഴക്കാലത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ സാഫ്. ഞാൻ നേരത്തെ വീഡിയോയിൽ സാഫ് നമ്മുടെ റോസ് പ്ലാന്റിന് കൊടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിരുന്നല്ലോ. അത് സാഫൊക്കെ കൊടുത്ത് നിർത്തി 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിന് അടുത്ത ഒരു സാധനം കൂടെ കൊടുക്കണം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മൾ കുറച്ച് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. വളരെ കുറച്ച് മതി കേട്ടോ, അത്ര മതി. എന്നിട്ടതൊന്ന് മിക്സ് ആക്കുക. ഇപ്പൊ സാഫ് ആ വെള്ളത്തിൽ കലക്കി ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലാന്റുകൾ ഓരോന്നായിട്ട് അതിലേക്ക് എടുത്ത് ഡിപ്പ് ചെയ്യുക. അവിടെ കിടന്നോട്ടെ, അതിനെ മൈൻഡ് ചെയ്യേ വേണ്ട. ഇപ്പൊ റോസ് എത്തണമുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തൊന്നും ഇതൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ അവര് ആ ഒരു കവറിനകത്ത് വെച്ചിട്ട് ചെറിയ ഇച്ചിരി മണ്ണൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്യാം. ഇതൊക്കെ ഈ ഫ്ലവറൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു പോകും. ചെടികളെ സ്നേഹിക്കുന്നവർ കേട്ടോ, എല്ലാവരും അല്ല. റോസ് 1, ജറബറ 3 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. റോസ് 1, അടുത്തത് 2, 3, 4. ഇത് നല്ലൊരു ഫ്ലവറാണ് കണ്ടോ. 5. അപ്പൊ 5 റോസും 3 ജറബറയും ഉണ്ട്. ഇവനെ ഇങ്ങനെ ഈ ബക്കറ്റിലെ വെള്ളത്തിൽ വെച്ച് ഇവനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിപ്പോ ഒരു വൈകുന്നേരം ഒരു 4 മണിക്കാണ് ഈ സാധനം ഇതിനകത്ത് ഇറക്കി വെക്കുന്നത്. ഇനി ഞാനിത് ഇതിനകത്ത് നിന്ന് എടുക്കുന്നത് നാളെ രാവിലെ ഒരു 6 മണി കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ. ഇനി അന്നേരം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് അപ്പം കണ്ടാലോ. അപ്പോൾ ഇന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാം. നമ്മുടെ പ്ലാന്റ് ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ 4 മണിക്ക് വെച്ചത് നാളെ രാവിലെ ഒരു 6 മണിക്കാണ് വെക്കുന്നത്. എത്ര നേരം ഇത് വെള്ളത്തിലിരിക്കണം കേട്ടോ. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടക്കണം. ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. വെറും വെള്ളമല്ല, സാഫ് വെള്ളമാണ്. അപ്പോൾ ബാക്കി നമുക്ക് 8 മണിക്കൂറിന് ശേഷം കാണാം. ഇന്നലെ നമ്മൾ സാഫിൽ മുക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ്. അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടോ. ഇന്നലെ മുഴുവൻ വാടി നിൽക്കുകയായിരുന്നു. ഇപ്പൊ അതൊക്കെ ഒന്ന് തല പൊക്കിയിട്ടുണ്ട്. ഇപ്പൊ സമയം 11:15 കേട്ടോ. ഞാൻ രാവിലെ 6 മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. പക്ഷെ എന്ത് ചെയ്യാനോ, ഭയങ്കര മഴ. പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൽ നിന്ന് എല്ലാം വെളിയിലെടുക്കണം. അധിക നേരം വെച്ചോണ്ടിരിക്കില്ല, ഇത്രയും നേരമൊക്കെ ധാരാളം. അപ്പൊ ആ വെള്ളത്തിൽ വെച്ചപ്പോൾ അതിന്റെ ഇലയൊക്കെ ഫ്രഷായി ഒന്ന് ഉഷാറായി ചെടി. നമുക്കൊന്ന് വെളിയിലെടുക്കാതെ ഈ പ്ലാന്റ് എല്ലാം വെളിയിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു പണിയുണ്ട്. അത് കാണുമ്പോൾ നിങ്ങളെല്ലാം എന്നെ ചീത്ത പറയരുത്. അതായത് ജറബറയ്ക്കൊക്കെ ഉള്ള ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ തലക്ക ഫുള്ള് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഒരു ദയും ദാക്ഷിണ്യം ഇല്ലാതെ ഇവനെ അങ്ങ് വെട്ടിക്കളയണം. ഇതൊന്നും നമുക്ക് വേണ്ട. ആ പൂവൊക്കെ പൊക്കോട്ടെ കേട്ടോ. ഇങ്ങനെ വെട്ടിയിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. ഇനി ഇതെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് കാണിക്കാം.
അതുപോലെ തന്നെ ഈ റോസിന്റെ ഒക്കെ ഈ മൊട്ടുകളും പൂവുകളും എല്ലാം നമ്മൾ വെട്ടിക്കളയണം. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളുടെ പ്ലാന്റിന്റെ അവസ്ഥ ഇതാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന രീതികളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പ്ലാന്റ് ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ ചെയ്തു നോക്കുക. അത് സക്സസ് ആയെങ്കിൽ മാത്രം നിങ്ങൾ നെക്സ്റ്റ് പ്ലാന്റുകളും ഈ രീതിയിൽ ഫോളോ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ നിങ്ങൾ ഈ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, കമന്റ്. ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക പേജ്, ഒരു ലൈക്ക്, കമന്റ്, അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇത് പോട്ട് ചെയ്യണ്ടേ? മഴയായതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി അത് പോട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതുകൂടെ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പോട്ട് മിക്സ് റെഡിയാക്കാം. അതിന് ആദ്യമായിട്ട് ഇത് സാധാ നമ്മുടെ മണ്ണ്, അതായത് ഗാർഡൻ സോയിലിന്റെ അതിനകത്തേക്ക് കുറച്ച് ചാണകപ്പൊടി. ഇതെല്ലാം നനഞ്ഞു കേട്ടോ, മഴ പെയ്ത്. ചാണകപ്പൊടി എന്നൊക്കെ പറഞ്ഞാല് ചാണക വെള്ളമെന്ന് വേണം പറയാൻ. മൊത്തം മണ്ണും ഒക്കെ നനഞ്ഞിരിക്കും. അതുപോലത്തെ മഴയല്ലേ, ഇത് കുഴപ്പമില്ല. നമ്മളത് വെച്ചിട്ട് വെള്ളം ഒഴിക്കാണ്ടിരുന്നാൽ മതി. ഇത്രയും ചാണകപ്പൊടി ഇട്ടു. ഒരു 2 പിടി എല്ലുപൊടി, പിന്നെ കുറച്ച് ചകിരിച്ചോറ്, കേട്ടോ. ഇത്രയാണ് നമ്മളിത് പോട്ടമിക്സിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. ഇത് ഞാൻ ഇന്നാളത്തെ ഒരു വീഡിയോയിലും കാണിച്ചായിരുന്നു. ഈ പോട്ടമിക്സ് നമ്മൾ അടി കൊടുക്കണം. എന്നിട്ട് കുറച്ച് മേൽമണ്ണ് മുകളിൽ ഇട്ടിട്ട് വേണം നമ്മുടെ പ്ലാന്റ് വെക്കാൻ കേട്ടോ. നല്ല രീതിയിൽ ഇളക്കുക. ഇത്ര ആയല്ലോ. നമുക്ക് അടുത്ത പണി നോക്കാം. പിന്നെ ഇതിന്റെ എടുക്കാനുള്ള പോട്ട് ഞാനിവിടെ നമ്മുടെ അടീനിയത്തിനും ബോഗൻവില്ലയ്ക്കും റോസിനും ഒക്കെ എല്ലാത്തിനും ഈ പോട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അധികം മണ്ണ് വേണ്ട, നല്ല വാവട്ടം ഉണ്ട്, പ്ലാന്റ് നല്ല രീതിയിൽ വളരും. അതുകൊണ്ടാണ് ഈ പോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് പാക്ക് ചെയ്യാൻ നേരം കിട്ടിയില്ല. നമുക്ക് ഈ പോട്ട് സെയിലും ഉണ്ട് കേട്ടോ. ഈ പോട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. നല്ല ഗ്രോത്ത് ആണ് പ്ലാന്റിനൊക്കെ. പിന്നെ നമുക്ക് ഇതിനകത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുകൊണ്ട് ഈ ഡ്രെയിനേജ് ഹോൾ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ പ്ലാന്റ് ഇതിനകത്ത് പോട്ട് ചെയ്യാനായിട്ട്. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ വേറെ വെളിയിൽ നിന്ന് പോട്ട് വാങ്ങിച്ചാലും അത്യാവശ്യം ഇതുപോലെ ഡ്രെയിനേജ് ഹോൾ ഉള്ള പോട്ടുകൾ തന്നെ നോക്കി വാങ്ങിക്കണം കേട്ടോ. ഡ്രെയിനേജ് ഹോൾ ഇല്ലെങ്കിൽ വളരെ പാടാണ്, ചെടി ചീഞ്ഞു പോകും. അപ്പൊ ഞാൻ ഇതെല്ലാം ഓപ്പൺ ചെയ്യാം. ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒരു കത്രിക ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ചുരുട്ടി കഴിഞ്ഞാൽ ഈ ഹോൾസ് ഓപ്പൺ ആയി കിട്ടും. അതിന്റെ ഡ്രെയിനേജ് ഹോൾ എല്ലാം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഇതിനകത്ത് നമുക്ക് എന്തായാലും വെള്ളം കെട്ടി നിൽക്കുകയില്ല. പിന്നെ അതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. പ്ലാന്റിനെല്ലാം വെള്ളം കെട്ടി നിന്നാലാണ് അത് ചീത്തയായി പോകുന്നത്. ഇതിനകത്ത് ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുകയില്ല. ഇനി ഇതിനകത്ത് അത്യാവശ്യം ആദ്യത്തെ ഒരു ലെയർ താഴെ ഫില്ല് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതിനകത്ത് ഡ്രെയിനേജ് ഹോൾ എത്ര നോക്കി? 1, 2, 3, 4, 5, 6 ഡ്രെയിനേജ് ഹോൾ ഉണ്ട്. ഒരു കാരണവശാലും നമുക്ക് ഇതിനകത്ത് വെള്ളം കെട്ടി നിന്ന് പ്ലാന്റ് ചീത്തയാവുന്നുള്ളൊരു പേടി വേണ്ട. ഈ പോട്ടിന്റെ പ്രൈസ് 40 രൂപയാണ് കേട്ടോ. ആവശ്യക്കാർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും. ഇതുപോലെ ഉണ്ടോ, മെറ്റില് ഇട്ടതിന് ശേഷം നമ്മൾ ഈ പോട്ട് മിക്സ് അതായത് ചകിരിച്ചോറും ചാണകവും എല്ലുപൊടിയും ഒക്കെ ഇട്ടത് കുറച്ചടിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് പോട്ട് മിക്സ് ഇല്ലാത്ത മണ്ണ ഇത് കേട്ടോ, അത് ഇടുക. അതിന്റെ നടുക്കായിട്ട് പ്ലാന്റ് വെച്ച് കൊടുക്കുക. കുറച്ചും കൂടെ മണ്ണ്, വെറും മണ്ണ് കേട്ടോ, ഗാർഡൻ സോയിൽ മാത്രം. അതായത് പോട്ട് മിക്സ്, ഈ ചാണകവും എല്ലുപൊടി ഒന്നും ചേരാത്ത സാധാ പ്ലെയിൻ സോയിൽ, അതും ഇട്ട് അങ്ങ് വെച്ചേക്കുക. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ മണ്ണിനൊക്കെ ഈർപ്പമുള്ളതാണ്, നമ്മളൊന്നും ചെയ്യണ്ട. അപ്പൊ ഇതുപോലെ ഞാൻ ബാക്കി എല്ലാം കൂടെ ഒന്ന് പോട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ എല്ലാ പ്ലാന്റും ഇവിടെ പോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിന്റെ പോട്ടിംഗ് മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് ഇതിൽ വെള്ളം ഒഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഈ സാഫ് വെള്ളം ഇല്ലേ മിച്ചമുള്ളത്, അത് നമുക്ക് ഇതിന്റെ ചുവട്ടിലേക്ക് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. ഒത്തിരി അല്ല കേട്ടോ. അതൊന്ന് അതിന് ഈ
നമ്മുടെ മണ്ണിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സാഫിന്റെ വെള്ളം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അതും അങ്ങ് മാറിക്കോളും. നമ്മൾ ചെടി സാഫി മുക്കി വെച്ചെന്നല്ലേ ഉള്ളൂ, അല്ലാതെ നമ്മൾ മണ്ണിൽ സാഫൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഇനി മഴയൊക്കെ അല്ലേ, ഇതുണ്ടെങ്കിൽ അത് ആ വഴി അങ്ങ് പൊക്കോളും. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ് മുക്കി വെച്ച സാഫ് വെള്ളം കളയണ്ട, അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ തണലത്തേക്ക് മാറ്റി വെക്കുക. വെയിലും മഴയൊന്നും കൊള്ളാതെ ഒരു സ്ഥലം നോക്കി അതിൽ വെക്കുക. എന്നിട്ട് ഇലയൊക്കെ വന്ന് കഴിയുമ്പോൾ മാത്രം പതുക്കെ വെയിലത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായെന്നാണ് എൻ്റെ വിശ്വാസം. അതങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു ഗുണകരമായ വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.